നമസ്കാരം. കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. 1000-ലേറെ വായനക്കുറിപ്പുകളുടെ പ്രകാശനവുമായി കൂത്താട്ടോളം ഗവൺമെൻറ് യു പി സ്കൂളിൽ നടന്ന വായനാ ദിനം ശ്രദ്ധേയമായി. 1996 മുതൽ കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. ജൂൺ 19 മുതൽ ജൂലൈ 19 വരെയുള്ള ഒരു മാസം വായനാ മാസമായി ആചരിക്കാൻ കേരള വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19 വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. നമ്മുടെ സ്കൂൾ ലൈബ്രറിയും കിഴവമ്പ് പുരോഗമന സാഹിത്യ ഗ്രന്ഥശാലയും ചേർന്ന് ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായന പരിപോഷണ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു. അവധിക്കാല വായനയ്ക്ക് നൽകിയ പുസ്തകങ്ങൾ വായിച്ചാണ് കുട്ടികൾ കുറിപ്പുകൾ തയ്യാറാക്കിയത്. കിഴവമ്പ് പുരോഗമന സാഹിത്യ ഗ്രന്ഥശാല സഹകരണത്തോടെ ആരംഭിച്ച വായനാ വർഷം 2024 കൂത്താട്ടോളം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആ സിനിമയിലൂടെ നമ്മൾ കാണാത്ത അറേബ്യൻ നാടുകളിൽ അനുഭവിക്കുന്ന നമ്മുടെ മലയാളികൾ അടക്കം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ആ സിനിമയിലൂടെയും അതിന് കാരണമായ പുസ്തകങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു എന്നതാണ് അക്ഷരത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ആ ശക്തി നിങ്ങളുടെ മനസ്സിലൊരു വെളിച്ചമായിട്ട് തന്നെ നിൽക്കട്ടെ. സമൂഹത്തിന് നന്മയുള്ളവരായി നിങ്ങൾ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. PTA പ്രസിഡന്റ് ഹണി റജി അധ്യക്ഷയായി. വായനാക്കുറിപ്പുകൾ സാഹിത്യകാരൻ രമേശൻ മുല്ലശ്ശേരി പ്രകാശനം ചെയ്തു. 1909 മാർച്ച് 1 ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിൽ ജനിച്ചു. വായനയുടെ അത്ഭുത ലോകത്തേക്ക് ഓരോ മലയാളിയെയും കൈപിടിച്ചുയർത്തിയ മഹാനാണ് ശ്രീ PN പണിക്കർ. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ കൂടിയാണ് ശ്രീ PN പണിക്കർ. 1996 മുതലാണ് ശ്രീ PN പണിക്കരുടെ ചരമവാർഷിക ദിനം വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. ശാന്തിയും സമാധാനവും സുരക്ഷിതത്വമുള്ള അന്തരീക്ഷം നിലനിർത്താൻ പൂർണ്ണമായി പ്രയത്നിക്കുകയും ചെയ്യും. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് കരിമ്പന PN പണിക്കർ അനുസ്മരണം നടത്തി. ഗ്രന്ഥശാല പ്രസിഡന്റ് CN പ്രഭകുമാർ ഉപഹാര സമർപ്പണം നടത്തി. കഥാകാരൻ എബിൻ മാത്യു എഴുതിയ കഥകൾ ഉൾപ്പെടുന്ന പുസ്തകം കഥായാനം സ്കൂളിന് കൈമാറി. ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായനാ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂത്താട്ടോളം ഗവൺമെൻറ് യു പി സ്കൂളിലെ കുട്ടികളെ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് നമുക്കറിയാം. കാരണം നമ്മളത് അവധിക്കാലത്ത് തന്നെ ഈ വായനാ ദിനത്തെ വരവേൽക്കുന്നതിന് വേണ്ടി തന്നെ നമ്മൾ പുസ്തകങ്ങൾ വിതരണം ചെയ്തിരുന്നു സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ്. കാരണം കുട്ടികൾ ഏറ്റവും കൂടുതൽ മറ്റ് മാധ്യമങ്ങളിലേക്ക് തിരിയുന്ന ഒരു സന്ദർഭമാണ് അവധിക്കാലം എന്ന് നമുക്കറിയാമായിരുന്നു. ഹെഡ്മിസ്ട്രസ് TV മായ, KG മല്ലിക, CS ജയശ്രീ, MK ഹരികുമാർ, S പൗർണമി, സാറാ മനു എന്നിവർ സംസാരിച്ചു. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റുകുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.